എന്തായി കുക്കിംഗ് തുടങ്ങാണ്. ബ്രേക്ക്ഫാസ്റ്റ് യു പിന്ന് കൊണ്ടുവന്ന ബീൻസ് ഇപ്പോഴും ഉണ്ട്. ബീൻസ് അല്ലല്ലോ, മട്ടർ, ഗ്രീൻ പീസ്. ഗ്രീൻ പീസ്, അപ്പം, അപ്പം, സ്റ്റൂ. സ്റ്റൂ. അതിനുള്ള പരിപാടിയാണ് ഫസ്റ്റ്. സ്റ്റൂവിനുള്ള ചിക്കൻ എവിടെ? ചിക്കൻ ഇല്ലേ, വെച്ച് മാത്രമേ ഉള്ളൂ. സ്റ്റൂ ചിക്കന് ആക്ച്വലി ഇന്നലെ മേടിക്കാൻ മറന്നുപോയി. മേടിച്ചിട്ടൊന്നാലോ കിട്ടോ? പിന്നെന്ത് കിട്ടാണ്ട്? അന്നപ്പോ മേടിച്ചിട്ടോ? ഇപ്പൊ മേടിച്ചിട്ട് ഇപ്പൊ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുമോ? ചിക്കൻ അല്ല സ്റ്റൂ ഉണ്ടാക്കാൻ പറ്റും. ലേറ്റ് ആയി പോവോ? 10 മിനിറ്റിനുള്ളിൽ മേടിച്ചിട്ട് വരുമോ? 8 മണി വരെ കിട്ടോ? എന്റെ അപ്പച്ചന്റെ കടയല്ല, അവിടെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് തരുള്ളൂ. മാന്യമായി വർത്താനം. ശരിക്കും ആക്ച്വലി പറയാൻ പോകുന്നത് എന്റെ അപ്പന്റെ വീട്ടിലാന്നുള്ളതായിരുന്നു. വേണോ? 8 മണിക്കുള്ളിൽ കിട്ടുമെങ്കിൽ മേടിക്കായിരുന്നു. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനോട് വിളിച്ചു പറയുന്നു. വിളിച്ചു പറഞ്ഞോണ്ട് തിരക്കായിരിക്കും, ഞാൻ പോയി മേടിച്ചോണ്ട് ഡയറക്റ്റ്. അപ്പൊ ഞാൻ കോഴീനെ മേടിച്ചിട്ട് വരാം. നേരത്തെ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇന്ന് രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അപ്പം സ്റ്റൂ. വെറും സ്റ്റൂ അല്ല, ചിക്കൻ സ്റ്റൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നു. കിളിയുടെ ശബ്ദം ഇപ്പോഴും കേൾപ്പിച്ചു തരാം. പുറത്ത് പോയി കേൾപ്പിക്കൊന്നും കേട്ടാ അറിയില്ല. പോയിട്ട് അപ്പൊ നമുക്ക് നേരെ വഴിക്ക് കോഴിനെ മേടിച്ചിട്ട് വരാം. പക്ഷെ എനിക്ക് എൻ്റെ ഫോൺ വേണം. കിളിയുടെ ശബ്ദം, ചിലർ പറയും ഈ കിളിയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കാത്തതെന്നല്ലാന്ന്. പക്ഷെ കേൾക്കാത്തവർക്ക് വേണ്ടിയാണ്. കിളി അവിടെ ഇരിക്കണേ. ഒരു പ്രത്യേക സൗണ്ടല്ലേ. കോഴിനെ മേടിച്ചിട്ട് അവരൊക്കെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ഓടി. അപ്പൊ വേമന്നട്ടാ ലേറ്റാ വരുതേ. എന്നിട്ടാ അപ്പച്ചന്റെ കടയല്ലാന്നല്ലേ? ഈ നേരത്തുണ്ടാവില്ല. സവോളയും ഇഞ്ചിയും കൂടി മേടിച്ചു എൻ്റെ കൂട്ടത്തിൽ കൂടെ. ചേട്ടന് വണ്ടി ഓഫ് ചെയ്. ശരിട്ടാ. അപ്പം അങ്ങനെ നമ്മൾ കോഴിക്കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കോഴി 2 കിലോ 323 രൂപ ഉണ്ടോ? അപ്പോൾ കോഴീനെ കിട്ടി. ഞങ്ങളുടെ വഴിയുടെ ഭംഗി നോക്കിയും സൂപ്പർ. ശരിക്കും വീട് പറഞ്ഞ പോലെ തന്നെയായിട്ടാ. കടയിൽ തിരക്കൊന്നും ഉണ്ടായില്ല, ആരും ഉണ്ടായില്ല, ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് സംഭവം കിട്ടി. ഞങ്ങൾ മിക്കപ്പോഴും ചിക്കൻ മേടിക്കുന്ന കടയുണ്ടത്, ഇടശ്ശേരി ചിക്കൻ സെൻറ്റർ. നല്ല ക്ലീനാക്കി തരും കോഴിനെ. ചിലയിടത്തൊന്നും പോയ ഒട്ടും വൃത്തി ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല ക്ലീനായിരിക്കും. തേങ്ങ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. അതെ, നമ്മുടെ സ്റ്റൂവിനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേച്ചിയുണ്ട് കട്ട് ചെയ്തുള്ളത്. ചിക്കൻ ഇട്ടാൽ മതി. ചിക്കൻ അതിട്ടോ വരെ വേവിക്കണം. അതെ, തേങ്ങ കൊത്തിക്കൊണ്ടിരിക്കണം ചിരവണിന് പകരം. ശർക്കര ഉണ്ടോ? ശർക്കര പിടിച്ചിട്ടുണ്ടോ? പൊടിക്കുന്നത് വരുമ്പോ മറ്റേ സാധനം കൊണ്ട് കുത്തുത്തു. ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിക്കോ, കണ്ടില്ല? സൂപ്പറാണ്. തേങ്ങ ശർക്കരയും ഇട്ടിട്ട് ഇപ്പൊ വയൽ കോഴിക്കോട്ടെ ഒഴിച്ചു വരണ്ടേ? അതൊരു പീസ് ഒരു കയ്യിൽ പിടിച്ചണം. ഒരു സൈഡില് തേങ്ങ. ചെറിയ പീസുകളുണ്ടായിരുന്നല്ലോ. അവിടെ നമ്മുടെ
കോഴിക്കടയുടെ ഓപ്പോസിറ്റുള്ള വീട്ടിലേ അവിടെ കാപ്പിക്കുരു വീണ്. അവിടെ കാപ്പി ചെടി ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ കാപ്പിക്കുരു നേരെ ഉണക്കി കടയിൽ കൊണ്ടു കൊടുക്കണം. നമ്മളോട് ഉണ്ട്. ആരിത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വായോ ശർക്കര തിന്നു നോക്കിയ തിന്നു നോക്കുന്നു. രാവിലെ തന്നെ ഓ ഓർക്കുന്നു ഞാൻ കോഴിക്കൊട്ട ശനി. സൂപ്പറല്ലേ? അത്ര തിന്നാ മതി. ഇനി വലിയ കഷ്ണമാണ് ഞാൻ തിന്നാം. വേണോ? പൊട്ടിക്കോ? മുളക് ഞാൻ ചതച്ചതാണോ? മുളക് ഞാൻ ചതച്ചതാണോ? വീടിന് ഹെൽപ്പ് നീ ഹെൽപ്പും ചെയ്യണ്ട, നീ റെസ്റ്റ് ചെയ്യും. അപ്പോഴാണ് ഇന്നാളെ ഒരു വീഡിയോ കണ്ടത്. അല്ല, ഒരു വീഡിയോയില് വീട് നിർത്തിക്കോട്ടാ. വീട് ഇത് കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കുക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഒന്നും സംശയിക്കണ്ട, ഉടനെ വീട് കുക്കൊക്കെ ചെയ്തു തരട്ടെന്ന. എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. ചായ കിട്ടും കേട്ടോ. വേണോ ഒരു ലക്ഷം? സൂപ്പറാണ്, ആരോഗ്യം വയ്ക്കും. കാലിന്റെ എല്ലാം കത്തുന്നത് സറ പറയാതെ പറഞ്ഞാൽ വലുതാ. എന്നാ നിനക്ക് കസേരട്ട് ഇരുന്നോടി കുത്തി പിടിച്ചേക്കണ നേരം കസേരട്ടേ കാണോ? ഗ്യാസ് ഓൺ ചെയ്യുന്ന ഇരുന്ന ഫ്രിഡ്ജ് തുറക്കാൻ പാടാ. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ അറിയാം, ഒഴിക്കാൻ എനിക്ക് അറിയാം കേട്ടോ. ഞാനാ ഉണ്ടാക്കിയ. പിന്നെ പഞ്ചസാര മാത്രം ബാക്കിയെല്ലാം ഞാനാ ചെയ്തത്. ബാക്കി എന്തൊരു ചെയ്ത് പാലിൽ കൂടിയിട്ടതാ. പിന്നെ എന്തൊരു ചായ ഉണ്ടാക്കാന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ചേച്ചി കുടിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ചേച്ചിക്ക് കൺഫ്യൂഷൻ. അല്ല, എന്ത് നല്ലതാണെന്ന് ചായ നല്ലതാണെന്ന് പറയണം, അല്ലെ എന്താണ് മധുരം നല്ലതാണെന്ന് പറയണം. രണ്ടുപേരുടെയും കോമ്പിനേഷൻ ആണ്. ആദ്യം അവള് നിന്നെ പൊക്കാന്ന് വിചാരിച്ചേ, അതേ ചിന്തിച്ചു എനിക്ക് വിഷമാവുന്നു. അതുകൊണ്ട് പറഞ്ഞു രണ്ടുപേരെയും കോമ്പിനേഷൻ കൊള്ളാം. അങ്ങനെയൊന്നല്ല, പഞ്ചസാര ഇട്ട് ആൾക്കണം അതിൻ്റെ ഇത്. കൊള്ളാം. നോർമൽ ചായ അത്ര ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഏലക്കായ കിട്ടണ്ടാ? ഏലക്കായ ഇട്ട ടേസ്റ്റ് വരും. ഏലക്കായ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. മധുരം ഓവർ കഴിക്കാൻ പാടില്ല മേഡു. ഇത്തിരി മധുരം ചേട്ടൻ കുടിക്കരുത് കേട്ടോ, ഇനി മധുരം ഇടരുത്. സണ്ണിക്ക് അത് കുറവായിരിക്കും, എനിക്കിത് നോർമൽ, എനിക്ക് ഓക്കെയാ. മധുരം ഇച്ചിരി കുറവാന്ന് തോന്നുന്നു. ഓ വേണ്ട, അധികം കഴിക്കാൻ പാടില്ലേ. ഇട്. ഞാനും ഋഷിച്ചേരിക്കൊക്കെ മധുരം ഇഷ്ടമില്ലാതാണല്ലോ. അത് മതി, എനിക്ക് കറക്റ്റാ. ഇത്ര മതിയില്ല, അതിനിട്ട് കൊടുക്കണ്ട കേട്ടോ, എനിക്ക് മാത്രം ഇട്ടാ. അപ്പം ഇനി ചായ കുടിക്കട്ടെ. ഞാൻ കുക്കറിലേക്ക് വേവിക്കാനൊക്കെ വെച്ചു കൂട്ടാ, ചിക്കനും സാധനങ്ങളൊക്കെ. വിസിലടിച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ വേണം. ബ്രെഡ് മിസ്റ്റും കഴിക്കാം. ബ്രെഡ് മിസ്റ്റും ഇല്ല, ബ്രെഡ് മേടിച്ചു. അപ്പം ഇഷ്ടം വിചാരിച്ചിട്ട് സൂത്രത്തിൽ തേങ്ങ ചിരവൊന്നും ഇടും. ഇത് നഷ്ടല്ലേ ശരിക്കും പറയുന്നത്, എന്തായാലും അല്ലേ?
മറ്റേത് മാനുവലായിട്ടുള്ള അധ്വാനമായിരുന്നു. ശരിക്കും. പക്ഷെ ഇതിങ്ങനെ വന്നപ്പോൾ മടി വന്നു തുടങ്ങി. തേങ്ങ കുത്തുക, തേങ്ങ കുത്തുക, പൊടിക്കുക, അരയ്ക്കുക. നടക്കട്ടെ. ഓക്കെ. ഗുഡ് മോർണിംഗ് സ്റ്റീവ്. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. കൊച്ചു ഉരുളക്കിഴങ്ങ് അങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നേക്കുന്ന സ്റ്റീവ്. ഉരുളക്കിഴങ്ങ് എനിക്ക് സ്കൂളിലേക്ക് ഇത് മതിയെന്ന്. ഗ്രേസിന് സ്റ്റീവിന് സ്കൂളില്ല. സ്കൂളിൽ പോണോ സ്റ്റീവിന്? അത് കളിക്കണോ ചേട്ടൻ്റെ ചേച്ചിയുടെ കൂടെ? എന്തിട്ട് കളിക്കുക? ഡൈനോ. കൊച്ചിന്റെ പല്ല് പുഴുപ്പല്ലായി പോയി മര്യാദക്ക് തേപ്പിക്കുന്നൊക്കെ പറഞ്ഞു. അതിനൊരു ഉത്തരം കൊടുത്തേക്ക്. പറയോ മറുപടി? എന്തിട്ടാണ് എന്റെ പേര്? ഞാൻ പേര് മറന്നു പറയാനുള്ള. അത് നോർമൽ. മറ്റേ അതിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടണില്ല. എന്തോ ഒരു പാല് കുടിച്ചിട്ട്, മുലപ്പാല് കുടിച്ചിട്ട് പല്ല് ദ്രവിച്ചു പോയി. അങ്ങനെയാണ് ഒരു സംഭവം. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് മുലപ്പാലിൽ എന്തോ ഷുഗറിന്റെ കണ്ടന്റ് കൂടുതലോ അങ്ങനെ എന്തോ സംതിങ് എന്തോ ഒരു ഇത് അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് കാരണം ഡോക്ടറിന് പറഞ്ഞ് പാല് കൊടുക്കൽ നിർത്താൻ. അങ്ങനെ നിർത്തിയതാണ്. അപ്പൊ അങ്ങനെ ആ ടൈമിൽ വന്നാലും ചോക്ലേറ്റ് തിന്നിട്ട് പല്ല് പുഴുപ്പല്ലായി പോയതല്ല കേട്ടാ. പലവരും ഇപ്പോഴങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അല്ലേടാ? അല്ലേ? ഒന്നാം ക്ലാസ്സിൽ വരെ ഈ പല്ലുണ്ടാവൂലേ? ഒന്നാം ക്ലാസ് ആവുമ്പോ പോലേ UKG വരെ ഉണ്ടാവില്ലേ? UKG വരെ ഉണ്ടാവും ഈ പല്ല് അല്ലേ ശിവ? ഭയങ്കര മടിയാ പല്ലേക്കാൻ. അപ്പോൾ നമ്മുടെ അതേ അപ്പം ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണ്. നല്ല പാത്രം പോലെ ഇരിക്കണ അപ്പട്ട. അതായത് ഇത് കറി ഒഴിച്ചാൽ അല്ല ഇത് കറി ഒഴിച്ചാൽ അങ്ങനെ ഇരുന്നോളും അല്ലേ? ശരിയല്ലേ? നോക്കി രണ്ട് സൈഡ് ഇങ്ങനെ ഫുള്ള് റൗണ്ടായിട്ട് അടിപൊളിയാണ് ഇടും. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റൂ റെഡി ആയിരിക്കുന്നു. താളിച്ചൊന്ന് സന്തോഷിപ്പിച്ചാൽ മാത്രം മതി. പുറത്ത് വെയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഹായ് 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 ഹായ്. കണ്ടാ വെയിലിങ്ങനെ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കണേ. ചേച്ചി ഇവിടെ ഉള്ളി നന്നാക്കലാണ്. അങ്ങനെ ആരെയും വെറുതെ ഇരുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ അല്ല എന്തെങ്കിലും ചെയ്യണല്ലോ. ചേട്ടന് ഷൂട്ട് ചെയ്തോ? ഒരു തൂക്കും കൂടി രണ്ട് തൂക്കം എടുത്തിട്ടുണ്ട്. ഇത് വെന്തൂന്നോണല്ലോ സൗണ്ട് കേൾക്കണ്ടല്ലോ. അത് കരിയണ സൗണ്ടാ, വേവണ സൗണ്ടല്ലേ. കരിയണതല്ല, അങ്ങനെ സൈഡ് ഇങ്ങനെ പൊട്ടണം. പക്ഷെ ഇച്ചിരി വേണം കേട്ടോ ശരിക്കും. ഇത് കണ്ടോ? ഇത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ കൊള്ളാട്ടാ. പുകയൊക്കെ തന്നെയാണെന്ന് ഒരു നാച്ചുറാലിറ്റി തോന്നുന്നു. ഈ പാത്രത്തിന്റെ നിനക്കിപ്പോ രണ്ട് തുണി പിടിച്ചൂടെ? രണ്ട് സൈഡിലും ഒരു സൈഡിൽ ചൂടുള്ളൂ. അങ്ങനാവോ? ചിരിച്ചു വെച്ചിട്ട് പാത്രം ഒരു സൈഡിൽ ചൂട്, ഒരു സൈഡിൽ ചൂടില്ല. പാത്രം ചിരിച്ചു വെച്ചിട്ട് ശരിഞ്ഞല്ലോ ഇരിക്കണേ. അല്ല അതുകൊണ്ടാക്കി ഒരു സൈഡ് ചൂടായത്.
അപ്പോൾ ദേ ഉണ്ടാക്കിയ അപ്പത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ദേ അങ്ങനെ സന്നയാറിന് കൊടുത്ത് സന്നയാറത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി അതിൻ്റെ ഇടയിൽ ചെറിയുള്ളിയൊക്കെ നന്നാക്കി ഇതേ ക്ലീനാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ അപ്പങ്ങളായിട്ട് ഇതേ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. Wish that I could stay in this moment forever, so I can hold you in my arms. I will carry you on my shoulders as long as I'm able. Scare the monsters under your bed. Deep and abiding, liking for you is all I need. Until my heart gives in, I will do everything I can for you. You will grow up in the blink of an eye and move out and beyond your own. But no matter what comes your way, I will stay right here beside you to catch you if you fall. And deep and abiding, liking for you is all I need. സ്റ്റൂവിന്റെ ഫൈനൽ പ്രോസസ്സിങ്. നല്ല ചൂട്. നീ ഒന്ന് അതിന്റെ പിടി മാറ്റുന്ന പാത്രം മറ്റേ സാധനം എടുക്കാറ് ഞാൻ. സൗണ്ട് വന്നില്ലല്ലോ ഇച്ചിരി കോഴി അരികി ഒഴുകി പാത്രത്തേക്ക്. സൗണ്ട് വരുത്താനാണോ? വേറെ സ്പൂൺ എടുക്കട്ടെ? മാറി ഒന്നല്ല സൗണ്ട് വരണ്ടേ? അവിടെയാണ് പിന്നെ അതാണ് അതിന്റെ ഒരു പിന്നെ ഇത് മാത്രം ചെറുതായിട്ട് ഇത് ഞാൻ കഴിച്ചോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇങ്ങനെ ആവണം. അങ്ങനെ കരിഞ്ഞ രസം വരും. അതാണ് അതിന്റെ ഒരു ശരിക്കും ടേസ്റ്റ്. എന്താണ് സി ചേച്ചിയുടെ അഭിപ്രായം? മുരിഞ്ഞത് നല്ലതാ തിന്നാൻ. അതിലെ ഇതില് നീ ചിക്കൻ ഇട്ടില്ലേ? അപ്പൊ ഈ ചിക്കൻ നുറുക്കിയിട്ട് ഞാൻ ഇടാൻ മറന്നു പോയതാണോ? കഴുകുമ്പോ തീരെ കഴിക്കൂടെ എപ്പോഴും? ഒരു പ്രാവശ്യം കഴിയാലും വീണ്ടും സോപ്പിട്ട് കഴുകും. അത് ചെറുതായിട്ടൊരു എന്താ പറയാ, ആ അത് വേറെ ലെവലാണ്. എനിക്ക് സൈക്കോ ആണ് ഞാൻ. ചില കാര്യങ്ങൾക്ക് OCD വലിയ ഒരു സാധനവും ഇല്ല. കോഴിക്കാട്ടത്തിനും അതാണ് സൈക്കോ എന്ന് പറയണേ. എന്തൊരു പ്രശ്നമുണ്ട്. യെസ്, വൃത്തിയുള്ളൂ. വേറെ കുറെ കാര്യത്തിന് വൃത്തിയുണ്ട്, എന്നാലും ചില വേണ്ട കാര്യങ്ങൾക്കില്ല. അത് വേറെ പാത്രം. ഇപ്പൊ നമ്മുടെ അപ്പം ഉണ്ടാക്കൽ കഴിഞ്ഞു. വാ, പാത്രം എടുക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അപ്പൊ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയിരിക്കുന്നു. കുറെ പേരോട് കുടിക്കുന്ന ചായ കുടിക്കുമ്പോൾ എന്ത് രസാലേ. അളിയന്മാരോട് വേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞ. അപ്പൊ ടേബിൾ അങ്ങനെ ഫുള്ളായി നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ എല്ലാവരും കുടിക്കും. അളിയന്മാരും കൂടി ഇച്ചിരി ഉരുളക്കിഴങ്ങ്. ഓ അളിയന്മാരെന്ന് പറയുമ്പോൾ വിളിച്ചു ചേച്ചി പറയും എന്നെന്താ നീ കൂട്ടിയില്ലേന്ന്. ഉരുളക്കിഴങ്ങനെ കഴിക്കാണ്ട് വന്നേക്കണം. ടേസ്റ്റി സൂപ്പർ. കഴിക്കാം. നീ വരണ്ടേ കൂടെ? മഞ്ഞണി പോരെ? ചായ തരാം, ചൂടാകട്ടെ കേട്ടാ. അപ്പൊ ഇനി ചായ കുടിക്കട്ടെ കേട്ടാ. അപ്പൊ ഇവര് പള്ളി പോകാൻ പോവാണ് കേട്ടാ. ഞങ്ങള് പോണില്ല. ടാറ്റ കൊടുത്തേ. റോൺ ചേട്ടൻ ഇപ്പൊ വരും. റോൺ ചേട്ടൻ പോണ്ടാന്ന്. ചേട്ടാ സീറ്റ് ഇറക്കിയിടണേ.
ചേച്ചി ആ സീറ്റ് ഞാൻ ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ. വീണ്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലേ? ഓക്കെ. അപ്പോൾ സന്നിധാനം ചേച്ചിയും പിള്ളേരെല്ലാവരും കൂടി കുമ്പസാരിക്കാനൊക്കെ ആയിട്ട് പോയേക്കാണ് കേട്ടോ. ചേച്ചിക്ക് പോയാണ്ടായിട്ട് ഇപ്പോൾ കുറച്ച് 2-3 മാസമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ കുമ്പസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ പോയേക്കാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചു, മാങ്ങക്കറി വെക്കാൻ വേണ്ടിയുള്ളതൊക്കെ മസാല പുരട്ടി വെച്ചു. അവരെല്ലാവരും ഇതേ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ക്യാബേജിൻ്റെ 2 പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയിൽ ഇതിലിട്ടിട്ടാണ് കേട്ടോ വെക്കണത്. അടിച്ച് വേഗം കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കണത്. എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരത്തിൽപ്പെട്ട ഒരു മിക്സിയാണ് കേട്ടോ അത്. കാരണം ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്പാണ്. പെട്ടെന്ന് ബാക്കി മോട്ടറിന് നല്ല പവർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാവരും അരഞ്ഞു കിട്ടും. ഇപ്പോൾ അതേ ഞാനിങ്ങനത്തെ ചോപ്പിങ് നമുക്ക് ടൈമില്ലാത്ത സമയങ്ങളിലൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. പിന്നെ ചപ്പാത്തി കുഴയ്ക്കാനും എല്ലാം മൾട്ടിപർപ്പസ് എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ മാങ്ങക്കറിയും പിന്നെ ക്യാബേജ് തോരനും പിന്നെ ചിക്കനെ ഞാൻ ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടൊരു കറി പോലെയാണ് കേട്ടോ ആക്കണത്. അധികം ചാറില്ലാണ്ട് ചെറിയ ഗ്രേവിയിൽ. കാരണം വൈകുന്നേരത്തേക്കും കൂട്ടി അങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയായിട്ട് റെഡിയാക്കണേ. അല്ലെങ്കിൽ വൈകുന്നേരത്തിന് വീണ്ടും കുക്ക് ചെയ്യാനൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ അങ്ങനെ എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. അവരെല്ലാവരും എത്തി. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ മാങ്ങച്ചാറും ഉണ്ടാക്കിയിട്ടാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണ പോലെ പെട്ടെന്നൊരു മാങ്ങച്ചാറും കൂടി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ പറയാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തോളൂ. അപ്പോൾ ബൈ ബൈ.